إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا ഏറെ സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ പോലെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, കഴിഞ്ഞതിന് മുമ്പിലത്തെ വെള്ളിയാഴ്ച കുടുംബ ബന്ധമെന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ട്. കുടുംബ ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഭാര്യയും ഭർത്താവുമാണ്. അവരിലൂടെ തുടക്കം കുറിക്കപ്പെടുന്ന ദാമ്പത്യ ജീവിതമാണ്. ദാമ്പത്യ ജീവിതം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും സുന്ദരമായ, മനോഹരമായി നയിക്കപ്പെടേണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും അവസാന പരിഹാരമായി തീരേണ്ട ഒരു മേഖലയായിട്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം രംഗത്ത് പാലിക്കപ്പെടേണ്ട, കാത്തു സൂക്ഷിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട്. ഈ ഒരു രംഗത്ത് നിലകൊള്ളുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീയും പുരുഷനും അവരിലൂടെ നയിക്കപ്പെടേണ്ട ജീവിതത്തെക്കുറിച്ചാണ് ഇസ്ലാം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്.
ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും സഹധർമ്മിണിയായി, ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹകാരിയായി മുന്നോട്ട് പോകേണ്ട ഇഴയടുപ്പമുള്ള ഒരു ബന്ധത്തെയാണ് ഇസ്ലാം ദാമ്പത്യ ബന്ധമായി അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ രണ്ടുപേർ കൂടിച്ചേർന്നുകൊണ്ട് നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയുള്ളൂ. അതിലെവിടെയൊക്കെയാണോ പോരായ്മകൾ സംഭവിക്കുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, അതിൻ്റെ പരിണിത ഫലമെന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. അത് കേവലം ഒരു രണ്ട് വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല പിന്നീട് മാറുക. ആ രണ്ട് വ്യക്തികളിൽ നിന്ന് ആരംഭിച്ച് അത് ആ ഒരു കുടുംബത്തെ ചുറ്റിപ്പൊതിഞ്ഞ് പിന്നീട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു കുടുംബങ്ങൾ, അങ്ങനെ സമൂഹത്തിലേക്ക് എത്തുന്ന ചില വിദൂര പ്രത്യാഘാതങ്ങൾ ഉള്ള ഒരു വിഷയമായിട്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അടിസ്ഥാനപരമായ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, കുടുംബ ബന്ധമെന്നുള്ളത്, അതിന് ആണിക്കല്ല് വെച്ചത്, അതിന് അടിത്തറ പാകിയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നമ്മൾ കഴിഞ്ഞതിന് മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് കുടുംബ ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് മഹത്തരമാണ്, മഹത്വമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്, ഗൗരവപൂർവം പാലിക്കപ്പെടേണ്ടതുമാണ്. ആ ബന്ധത്തിൽ അത് അള്ളാഹു പരിപാലിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ നാം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ കാക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ബന്ധമാണത്. അതിലൊരു വീഴ്ച വരാൻ, ഒരു വിള്ളൽ വരാൻ നമ്മളാരും കാരണക്കാരായി കൂടാ എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം, തീരുമാനമായിരിക്കണം. സ്വാഭാവികമായും ജീവിത പങ്കാളികൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന വിഷയമാണിത്. ഒരു ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ജീവിത പങ്കാളികൾ എന്നുള്ള നിലയ്ക്ക് ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടേണ്ട ചില അവകാശങ്ങളെ സംബന്ധിച്ച്, ബാധ്യതകളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുമുണ്ട്, അവകാശങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. പലപ്പോഴും അവകാശങ്ങൾ എന്നിടത്താണ് നമ്മുടെയൊക്കെ ഉന്നമുള്ളത്. എനിക്ക് കിട്ടേണ്ട അവകാശം, അത് ഇവിടെ മാത്രമൊന്നുമല്ല, കുടുംബരംഗത്ത് മാത്രമൊന്നുമല്ല, എല്ലാ വിഷയങ്ങളിലും, സാമൂഹ്യ തലങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ വരെ ഇന്ന് അവകാശത്തിന് വേണ്ടിയിട്ടാണ് പോരാട്ടം നടക്കുന്നത്. മുറവിളികൾ ഉയർത്തപ്പെടുന്നത് തൻ്റെ അവകാശം ലഭിച്ചിട്ടില്ല എന്ന വിഷയത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ കുടുംബരംഗത്ത് എന്നതുപോലെ സാമൂഹ്യ തലത്തിലും വ്യക്തിതലത്തിലുമൊക്കെ ഒരു വ്യക്തിക്ക് രണ്ട് കാര്യങ്ങളും അല്ലാഹു വച്ചിട്ടുണ്ട്. അവന് മറ്റുള്ളവരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒക്കെ ലഭിക്കേണ്ട ചില അവകാശങ്ങൾ, അതേപോലെ ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെ ഒരു നാണയത്തിൻ്റെ മറുവശം എന്നതുപോലെ അല്ലാഹു വച്ചതാണ് ബാധ്യതകൾ എന്നുള്ളത്. നമ്മളൊരു വ്യക്തിയായിരിക്കെ, ഒരു ഭർത്താവായിരിക്കെ, ഒരു ഭാര്യയായിരിക്കെ, മാതാപിതാക്കളായിരിക്കെ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഏറ്റെടുത്ത വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ എന്ന നിലയ്ക്കെല്ലാം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ചില ബാധ്യതകളെ കുറിച്ച് കൂടി അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ പലപ്പോഴും ഉയർന്നു കേൾക്കാത്തതാണ്. ബാധ്യതകളെല്ലാം സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുക, എന്നിട്ട് അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക, അത് അനീതിയാണ്. ശരിക്കും അവകാശങ്ങൾ മാത്രമല്ല നേടേണ്ടത്, നിർവഹിക്കപ്പെടേണ്ട ബാധ്യതകൾ, നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ച്
കടമകളെക്കുറിച്ച്, നാം നിർവഹിക്കേണ്ട കടപ്പാടുകളെക്കുറിച്ച് നാം എത്രത്തോളം ബോധവാന്മാരാണ് എന്നതുകൂടി ഒരേ തലത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട, പരിശോധിക്കേണ്ട വിഷയമാണ്. അസ്വാദ്യകരമായ ഒരു വൈവാഹിക ബന്ധത്തിന്, ഒരു ദാമ്പത്യ ജീവിതത്തിന് ഇത് രണ്ടും നിർബന്ധമാണ്. അവകാശവും വേണം, ബാധ്യതയും വേണം. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചില അവകാശങ്ങളുണ്ട്, തിരിച്ചുമുണ്ട്. അതേപോലെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കപ്പെടേണ്ട ബാധ്യതകളുണ്ട്. ഇത് രണ്ടും ഒരേ തട്ടിൽ വെച്ചുകൊണ്ട് തുലനം ചെയ്ത് പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങുകയും കിട്ടുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ സുതാര്യമായി ബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ. അതിലെവിടെയൊക്കെ പോരായ്മകൾ സംഭവിക്കുന്നുവോ അവിടെ അതിൻ്റേതായ വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ടാവും, സന്തുലിതത്വം നഷ്ടപ്പെടും എന്നത് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു അധ്യാപകനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഈയൊരു ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ട അടിത്തറ, അതിനടിക്കൂട്ട് പാകിയത് പടച്ചറപ്പാണ്. അവിടെ എന്തെല്ലാം ചേരുവകൾ വേണം, ഈയൊരു ബന്ധത്തിൻ്റെ സുദൃഢമായ നിലനിൽപ്പിന് ആവശ്യമായ കൂട്ടുകൾ എന്തൊക്കെ, അത് കൂട്ടുകൾ പഠിപ്പിക്കുകയും അതെങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നത് വളരെ കൃത്യമായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മളെല്ലാ രംഗത്തും മാതൃകയുണ്ട് എന്ന് പറയുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അത് ഈ രംഗത്തുമുണ്ട്. കുടുംബരംഗത്തെ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് കേവലം തിയറി മാത്രമല്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് ഭാര്യയോട് ഭർത്താവിനോട് പഠിപ്പിക്കപ്പെടുന്ന ചില അധ്യാപനങ്ങൾ മാത്രമല്ല ഈ രംഗത്തുള്ളത്. നേരെ മറിച്ചതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ച 40 വയസ്സുള്ള മഹദിയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ, അവർക്കിടയിൽ കഴിഞ്ഞുപോയ 25 കൊല്ലത്തെ വൈവാഹിക ജീവിതം എന്ന് പറയുന്ന ആ മഹത്തായ മാതൃക, അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഈ വിഷയത്തിലുള്ള പ്രാക്ടിക്കൽ സെഷൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ കൃത്യമായ ചില പഠന പരിശോധനകൾ നടക്കേണ്ടത് അവിടെയാണ്. തൻ്റെ അടുക്കൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടും ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിന് ശേഷവും ആ ഭാര്യയെക്കുറിച്ചുള്ള, ഇണയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും സംസാരങ്ങളും ആ ഓർമ്മ നിലനിർത്താൻ ആവശ്യമായ പല കാര്യങ്ങളിലുള്ള ഇടപെടലുകളും ഇതൊക്കെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. മഹത്തരമായിരുന്നു ആ ഭാര്യ ഭർത്തൃബന്ധം എന്നുള്ളത്. അത് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത് ആ രൂപത്തിലാണ്. അതിൽ നമുക്ക് ചില പാഠങ്ങളും മാതൃകകളും ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയേണ്ടതും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നും പ്രശ്നങ്ങളും പിണക്കങ്ങളും പരാതികളും ഇതിങ്ങനെ കുടുംബ ജീവിതത്തിൽ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അതാണ് റസൂലിൻ്റെ കാലഘട്ടത്തിലോ പ്രവാചകന്റെ ജീവിതത്തിലോ കുടുംബരംഗത്തോ പ്രശ്നങ്ങൾ തീരെയില്ല, പ്രയാസങ്ങളില്ല. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കിടയിലെ ആ ഇഷ്ടക്കേടുകളും പിണക്കങ്ങളും ഇതൊന്നും ഇല്ല എന്നതല്ല, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് അതെല്ലാം ഉള്ള അവസ്ഥയിൽ തന്നെ കുടുംബരംഗത്ത് തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചൊരു പ്രവാചകനെ നമ്മൾ പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ കുറേയേറെ മാതൃകകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മാതൃകകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രംഗത്ത് പ്രവാചകൻ നിർവഹിക്കേണ്ട ബാധ്യതകൾ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ആ ഭാര്യമാരിലൂടെ തന്നെ പ്രവാചകന്റെ മഹത്തായ സന്ദേശങ്ങൾ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഭാര്യയിൽ നിന്ന് കേൾക്കേണ്ട ചില വാക്കുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട്
ഒരു കുടുംബരംഗത്ത് കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക്, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക്, പിതാവ് എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ നിർവഹിച്ച ആ ദൗത്യങ്ങളെ കൃത്യമായി മറ്റുള്ളവർ മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് കൂടെ ജീവിച്ച ഭാര്യമാർക്കത് മനസ്സിലാവുകയും അവരത് ഉൾക്കൊള്ളുകയും അതുകൊണ്ടാണ് സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നത്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം ഖുർആനാണ് എന്ന് സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നാണെങ്കിൽ നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേട്ടത് പ്രവാചകനെ സംബന്ധിച്ച്. ആ പ്രവാചകന്റെ ജീവിതം അത് ഖുർആനായിരുന്നു, അത് മഹിത സന്ദേശമായിരുന്നു, മാതൃകയായിരുന്നു എന്നാണ് ആ പറഞ്ഞ വാക്കിനർത്ഥം. അതെങ്ങനെ സാധിച്ചു പ്രവാചകന്? അവിടെയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക്, പ്രവാചകന്റെ കിടപ്പറ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്. അതിലൂടെയെല്ലാം നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രവാചകന്റെ ചില ചേർത്തുപിടിക്കലുകൾ, കുടുംബരംഗത്തുള്ള ചില വിട്ടുവീഴ്ചകൾ, എമ്പാടും ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. ഒന്നും ആവർത്തിക്കാൻ നിൽക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു പലഹാരപാത്രം തട്ടിത്തെറിപ്പിച്ച് ചരിത്രം കേൾക്കാത്ത കുടുംബ ക്ലാസുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടില്ല. ആ ഒരു സന്ദർഭത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്ത രീതി, അതാണ് നമ്മുടെ വിഷയം. ഇത് നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ നമ്മൾ ഇടപെടുന്ന രീതി എങ്ങനെയെന്നുള്ളത് നാം ചേർത്ത് വെക്കേണ്ടത് ആ ഒരു വിഷയത്തിലേക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കൊടുത്തുകൊണ്ട്, ആ തലമുടിയിൽ ചീർപ്പ് വെച്ചുകൊണ്ട് ചീകിക്കൊടുക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതും ആയിഷ ബീവിയുടെ മാസമറയുടെ സമയത്ത്, അവർക്ക് പിരീഡ് ആയിരിക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. പള്ളിയിൽ കിടക്കുന്ന പ്രവാചകൻ വീട്ടിലിരിക്കുന്ന, പള്ളിയും വീടും തമ്മിലുള്ള അകലം ഒരു കതകിൻ്റെ, ഒരു വാതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ വാതിലിനപ്പുറത്ത് വീട്ടിലിരിക്കുന്ന ആയിഷ ബീവിയുടെ മടിയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കിടന്നുകൊണ്ട് തലവെച്ച് കൊടുക്കുന്നത്. ആ തലയിൽ തഴുകി തലോടി ചീർപ്പ് വെച്ചുകൊണ്ട് ആ മുടിവാരി കൊടുക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആയിഷ റളിയല്ലാഹു അൻഹയെയും ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കുടുംബരംഗത്തുള്ള ചില മാതൃകകളായിക്കൊണ്ടാണ്. ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യത്തെ വഹീന്റെ അമ്പരപ്പുമായി കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നാം കാണുന്നു. ആ കടന്നു വന്നത് പ്രവാചക ഭാര്യയുടെ അരികിലേക്കാണ്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിച്ച് വിരിപ്പിൽ കിടത്തി പുതപ്പൊക്കെയിട്ട് മൂടിക്കൊടുത്ത് ആശ്വസിപ്പിച്ചിട്ട് പറയുന്ന ചില വചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. താങ്കളെ അല്ലാഹു തആല പ്രയാസപ്പെടുത്തുകയില്ല, താങ്കൾ പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന, അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഇടപെടുന്ന, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന, അങ്ങനെ പ്രവാചകൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ള പ്രവാചകനെ, സമൂഹത്തിലുള്ള പ്രവാചകനെ, ആ പ്രവാചകന്റെ ഗുണഗണങ്ങളെ പ്രവാചകന് തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന, കൃത്യമായി കൗൺസിലിംഗ് നടത്തുന്ന ഒരു ഖദീജ റളിയല്ലാഹു അൻഹയെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഭാര്യമാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളുമായി, പ്രയാസങ്ങളുമായി കടന്നു വരുന്നൊരു ഭർത്താവിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ പരിഗണിക്കണമെന്നുള്ള മാതൃകയാണ് അവിടെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ അനേകം ചരിത്രങ്ങളിലൂടെ ഹദീസുകൾ നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്ന കുടുംബ പാഠങ്ങൾ നിരവധിയാണ്. വിശുദ്ധ ഖുർആനിലുമുണ്ടത്. ഇത്തരം അധ്യാപനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അത് ഇത്തരം ചില വിഷയങ്ങളിലാണ് അതിൻ്റെ അടിത്തറയുള്ളത്. ഈ വിഷയങ്ങളിൽ പോരായ്മകൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് വിള്ളൽ വീഴുന്നു എന്ന പാഠമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് ചില നിയന്ത്രണാധികാരങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലുണ്ട്.
അതെന്ത് വിഷയത്തിലാണത്? പുരുഷനെ സംബന്ധിച്ചൊരു സ്ത്രീയെ അടിമയാക്കി മാറ്റാനോ ഭാര്യയെ തൻ്റെ ഇംഗിതത്തിന് തൻ്റെ കാൽക്കീഴിന് ചുവട്ടിലേക്ക് മാറ്റി നിർത്താനോ ഉള്ളൊരു അവകാശമായിട്ടല്ല അള്ളാഹു അത് പഠിപ്പിച്ചത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സ്ത്രീക്ക് മേൽ അല്പം നിയന്ത്രണ അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞത് അവൻ്റെ ചുമതലകളുടെ വിഷയത്തിലാണ്. ഒരു പുരുഷൻ സ്ത്രീയെ സംബന്ധിച്ച് കൗവാമായി മാറുന്നത് കായിം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ, ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കപ്പെടുന്നൊരു പദമാണത്. അല്ലാഹു തആല ആ പദം വെച്ചുകൊണ്ട് പുരുഷനെ പരിചയപ്പെടുത്തിയത് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ഇടപെടേണ്ടത് പുരുഷന്മാരാണ്, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യത അല്ലാഹു തആല പുരുഷനെ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, അവരുടെ ആരോഗ്യത്തിൻ്റെ, അവളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു ചുമതല അല്ലാഹു തആല ഏർപ്പെടുത്തിയ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യതകൾ പൂർത്തീകരിക്കാൻ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് ഏതെങ്കിലും പ്രത്യേകമായ അധികാരമുണ്ട് എന്ന് പഠിപ്പിക്കാനല്ല, ചില ചുമതലകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. കാര്യദർശിയാണ് പുരുഷൻ. ചില കാര്യങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട മനുഷ്യൻ. ആ ഒരു ചുമതല പുരുഷന്മാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ആ സവിശേഷതകൾ, അതല്ലാതെ എല്ലാ രംഗത്തും സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനാണ് ചുമതലയും അധികാരവും എല്ലാം കൈയാളേണ്ടവൻ പുരുഷനാണ് എന്നുള്ള അധികാരം പങ്കുവെച്ചു കൊടുത്തതല്ല അത് ചില വ്യത്യസ്തമായ മേഖലകൾ കടന്നു വരുന്നിടത്ത്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, മാതാക്കളെയും പിതാക്കളെയും പരിചയപ്പെടുത്തുന്നിടത്ത്, ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച ഖുർആൻ ആ വിഷയം കൈകാര്യം ചെയ്യുന്നിടത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയം പഠിപ്പിച്ചെടുത്ത് ആർക്കാ മുൻതൂക്കം? അവിടെ സ്ത്രീക്കാണ് മുൻതൂക്കം. തനിക്കാരോടാണ് കൂടുതൽ ബാധ്യതയുള്ളത് റസൂലേ എന്ന് ചോദിച്ച് കടന്നു വന്ന അനുചരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യവും പറഞ്ഞത് അവൻ്റെ ഉമ്മയെ സംബന്ധിച്ചാണ്. നിനക്ക് നിന്റെ ഉമ്മയോടാണ് ബാധ്യതയുള്ളത്. 3 പ്രാവശ്യവും ആവർത്തിച്ച് 4ാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോഴാണ് അബൂക്ക, ഇനി നിന്റെ പിതാവിനോടാണ് ബാധ്യത. അപ്പം മക്കൾ എന്നുള്ള നിലയ്ക്ക്, മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് അല്ലാഹു തആല ഉമ്മയെ മുന്നിൽ നിർത്തുകയാണ്, സ്ത്രീയെ മുന്നിൽ നിർത്തുകയാണ്. അവർ സഹിച്ച ത്യാഗത്തെയാണ് പരിശുദ്ധ ഖുർആൻ വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്, അല്ലേ? വഹ്നി എന്ന് പറഞ്ഞാൽ മാനസികമായ ബുദ്ധിമുട്ടും ശാരീരികമായ പ്രയാസങ്ങളും രണ്ടും കൂടി ചേർന്ന പ്രയാസങ്ങളെയാണ് വഹ്ൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ടത്. ഇത് രണ്ടും സഹിക്കുന്നവളാണ് സ്ത്രീ. പ്രത്യേകിച്ച് ഉമ്മയാകുന്ന ഘട്ടം, അവരുടെ പ്രസവ സമയം, ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ആ സമയത്തൊക്കെ സ്ത്രീകൾക്ക് അല്ലാഹു തആല മുൻതൂക്കം നൽകുന്നു. അപ്പൊ ചില സാന്ദർഭികമായ ഘട്ടങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ മുന്നിൽ നിർത്തിയ ഘട്ടങ്ങളുണ്ട്, ചില സമയത്ത് പുരുഷനെ മുന്നിൽ നിർത്തിയ ഘട്ടങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനും എന്നുള്ള നിലയ്ക്ക് 2 കൂട്ടർക്കും ബാധ്യതകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അരികിൽ തുല്യ പ്രതിഫലങ്ങളുണ്ട്. ഇതെല്ലാം ഖുർആൻ പഠിപ്പിച്ചതാണ്. തുല്യമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, വ്യത്യസ്തത നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനെല്ലാം മനോഹരമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളിലൂടെ അവർ നിർവഹിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് പരിചയപ്പെടുത്തി. ഒരു പുരുഷനെ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത അവളുടെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ ചുമതല ഏർപ്പെടുത്തി. സാമ്പത്തികമായ ഒന്നും സ്ത്രീക്ക് അല്ലാഹു തആല ചുമതല കൊടുത്തിട്ടില്ല. ഇനി ജോലിയുള്ള പെണ്ണാണ് എങ്കിൽ പോലും അവൾ ജോലി ചെയ്ത് മാസാന്തം കയ്യിൽ വരുന്ന ശമ്പളം അത് അവളുടേത് മാത്രമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ വിഷയം ചർച്ച ചെയ്ത് പറഞ്ഞൊരു ഫത്വയുണ്ട്, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യയ്ക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്ന്
അവളുടെ കൈവശമുള്ള സമ്പാദ്യത്തിൽ നിന്ന് അവളറിയാതെ നയാ പൈസ നമ്മൾ എടുക്കുന്നുവെങ്കിൽ, തൃപ്തി കൂടാതെ, അവരുടെ അനുവാദമില്ലാതെ, അവരുടെ ഇഷ്ടമില്ലാതെ എടുക്കുന്നൊരു പൈസ ഫഹുവ ഹറാം, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താക്കളാണ് നമ്മൾ. സ്ത്രീക്കുള്ള സമ്പാദ്യം അവളുടേത് മാത്രമാണ്. എന്നാൽ ഒരു പുരുഷൻ്റേതോ? ഒരു പുരുഷൻ തൻ്റെ ശരീരം അധ്വാനിച്ച് വിയർത്ത് കുളിച്ചവനുണ്ടാക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യ കൂടി ഉൾക്കൊള്ളുന്ന അവൻ്റെ കുടുംബത്തിൻ്റെ വിഹിതമാണത്. അത് അവൻ്റെത് മാത്രമല്ല, അത് ആ കുടുംബത്തിൻ്റെതാണ്, കുടുംബത്തിൻ്റെ സമ്പാദ്യമാണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒരു സ്ത്രീക്ക് വേണ്ട വസ്ത്രം കൊടുക്കണം. വസ്ത്രം നമ്മൾ വസ്ത്രമായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം പലപ്പോഴും ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞത് വഅലൈഹിന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന, നിങ്ങൾ അവർക്കുള്ള റിസ്ക് കൊടുക്കണം, കിസ്വത്ത് കൊടുക്കണം. വസ്ത്രം നമ്മൾ പലപ്പോഴും ധരിക്കാൻ പാകത്തിനുള്ള വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കും. പക്ഷേ ഭക്ഷണമോ? ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഭക്ഷ്യവസ്തുക്കളാണ് പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് എത്താറുള്ളത്. അതിൽ അരി ഉണ്ടാകും, പല വ്യഞ്ജനങ്ങളുണ്ടാകും. ഇതെല്ലാം ഭക്ഷണ വസ്തുക്കളാണ്. കഴിക്കാൻ പരുവത്തിനുള്ള ഭക്ഷണമായിട്ടല്ല പലപ്പോഴും ഭക്ഷണം നമ്മൾ ഭാര്യമാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് ഭക്ഷണമായി മാറണമെങ്കിൽ കുറച്ച് അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അത് ചോറായിട്ടും കറിയായിട്ടും അതേപോലെ തന്നെ പലഹാരങ്ങളായിട്ടും ഒക്കെ മാറണമെങ്കിൽ ചില അധ്വാനമുണ്ട്. യഥാർത്ഥത്തിൽ ആ അധ്വാനം ആരുടേതാ? ആ അധ്വാനം നിർവഹിക്കേണ്ടത് ആരാ ശരിക്കും? അത് യഥാർത്ഥത്തിൽ പുരുഷന്റെ അധ്വാനമാണ്. അള്ളാഹു പഠിപ്പിച്ചത് ഒരു സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കണം. നിന്റെ ഭാര്യയ്ക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്നാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പരുവത്തിനുള്ളതായിരിക്കണം. അത് കൊടുക്കലാണ് പുരുഷന്റെ ബാധ്യത. നാം പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന കിറ്റിലുണ്ടാകുന്നത് മിക്കവാറും ഭക്ഷണമല്ല, അത് ഭക്ഷ്യവസ്തുക്കളാണ്. അതിന് ഭക്ഷണമായി മാറേണ്ട ബാധ്യത കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ അധ്വാനം അതിൻ്റെ പിന്നിൽ വേണ്ടതാണ്. പക്ഷേ നമ്മളുടെ അധ്വാനം പൂർത്തീകരിക്കുന്നതിൽ സഹകരിക്കുന്നവർ നമ്മുടെ ഭാര്യമാരാണ്. അത് തിരിച്ചറിയാതെ പോവുകയാണ് പലപ്പോഴും നമ്മൾ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തെ ഫിഖ് കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷ്യവസ്തുക്കൾ കൊടുത്ത് അത് ഭക്ഷണമാക്കി മാറ്റുന്നതിൽ അവർ ഇടപെടുന്നുണ്ട് എങ്കിൽ, അതിനവർ സമയം വിനിയോഗിക്കുന്നുണ്ട് എങ്കിൽ അതവരുടെ ഔദാര്യം മാത്രമാണ്. നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കുന്ന രംഗത്ത് അവർ നടത്തുന്ന ഔദാര്യമാണത്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും പ്രിയമുള്ളവരെ? നമ്മൾ പലപ്പോഴും അത് അവരുടെ അവകാശമായി വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ഭാര്യയുടെ അവകാശമാണല്ല. ഭക്ഷണം ഉണ്ടാക്കേണ്ട ബാധ്യത സ്ത്രീക്കില്ല. ഇസ്ലാമിക ഫിഖ് പഠിപ്പിക്കുന്നു കൃത്യമായിട്ട്. ഭക്ഷണമായിട്ട് കൊടുക്കേണ്ട ബാധ്യത പുരുഷനാണ്. വസ്ത്രം കൊടുത്തതുപോലെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതയെ അവരത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിൽ അവരോട് നന്ദിയും കടപ്പാടും കാണിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ അങ്ങനെയുള്ള പരിഗണനയൊന്നും, ആ ഒരു കെയറിംഗ് ഒന്നും നമുക്ക് പലപ്പോഴും നമ്മിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ബാധ്യതകൾ ഈ രൂപത്തിലൊക്കെ ഉണ്ട്. വീട്ടുജോലികൾ പലപ്പോഴും നമ്മുടെ കണ്ണിൽ പെടാറില്ല. സ്ത്രീകൾ നിർവഹിക്കുന്ന കുടുംബത്തിലെ ജോലികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഒരുപക്ഷെ നമ്മൾ കിടന്നുറങ്ങിയതിന് ശേഷവും അവർ അടുക്കളയിൽ നിർവഹിക്കുന്ന ജോലികൾ, അല്ലെ, ഹൗസ് വൈഫ് എന്ന പേരിൽ അതൊക്കെ നമ്മളങ്ങ് ചേർത്ത് വെച്ചു കൊടുത്തു. വീട്ടിലെന്താ ജോലി എന്നാണ് ചോദ്യം. വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. അതൊരു ദിവസം നമ്മൾ ആ രംഗത്ത് നിർവഹിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഓടുന്നൊരു വണ്ടിയല്ല എന്നുള്ളത്. നമ്മളെ കൊണ്ട് ഓടിച്ചാൽ ഓടാത്തൊരു വണ്ടി അവർ ഓടിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന രൂപത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല. നാം വച്ച ഒരു കപ്പ് യഥാസ്ഥാനത്ത് അത് ക്ലീനായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ, ഒരു പ്ലേറ്റ് നമ്മൾ വച്ചെടുത്ത് ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പിന്നെ നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എങ്കിൽ, നാം ധരിക്കുന്ന വസ്ത്രം കൃത്യമായി നമ്മുടെ ഷെൽഫുകളിൽ അതെടുക്കുമ്പോൾ അയൺ ചെയ്ത് അവിടെ തൂങ്ങിയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ മക്കൾ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സമയാസമയം സ്കൂളിലേക്ക് പോയി തിരിച്ചു വന്ന വീട്ടിൽ ഭക്ഷണം കഴിച്ച് അവർ അവരുടേതായ ലോകത്ത് വിഹരിക്കുന്നുണ്ട് എങ്കിൽ, അവിടേക്ക് ചില അധ്വാനങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്.
അതൊക്കെ കാണാനും അറിയാനും നമ്മൾക്ക് കൂടി ബാധ്യതയുള്ളതാണ്. മക്കളുടെ ബാധ്യത യഥാർത്ഥത്തിൽ ഇതാരാ? അതിൽ പുരുഷന് പങ്കുണ്ട്. പരിശുദ്ധ ഖുർആൻ പച്ചയായിട്ട് പറഞ്ഞ യാഥാർത്ഥ്യമാണത്. മക്കൾക്ക് വേണ്ട ഭക്ഷണവും അവരെ വളർത്തുന്നിടത്തും അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും എല്ലായിടത്തും ബാധ്യതയുണ്ട്. ഇതൊന്നും സ്ത്രീയുടെ മാത്രം അവകാശങ്ങളായി വകവെച്ചു കൊടുത്ത് അവരെ ഏൽപ്പിക്കേണ്ടതല്ല. പരസ്പരം സഹകരണത്തിലൂടെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച വിഷയം അതായിരുന്നു, പരസ്പരം മനസ്സിലാക്കി ഒരാളുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് കുറച്ചെങ്കിലും അതിനോട് ആത്മാർത്ഥത കാണിച്ച് ചേർത്ത് നിർത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ളൂ. അതിന് നമ്മൾ രണ്ടു കൂട്ടരും മനസ്സ് കാണിക്കണം. രണ്ടു കൂട്ടരും. ഇത് ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ച് ഒരാൾ പുറംതിരിഞ്ഞ് നിന്നാൽ ഇതൊരിക്കലും നേരെ മുന്നോട്ട് പോവുകയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, കുടുംബരംഗത്തുള്ള റസൂലിനെ നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ്. പ്രവാചകനെ പല രംഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. രാഷ്ട്രീയ രംഗത്തുണ്ട്, കുടുംബത്തിലുണ്ട്, മാതാപിതാക്കളുടെ രംഗത്തുണ്ട്, അതേപോലെ രാഷ്ട്രനായകന്റെ രംഗത്തുണ്ട്. ഏത് രംഗത്തും ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് റസൂലിനെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു കുടുംബത്തിലെ പ്രവാചകനുണ്ട്, അതൊരു വിഷയമാണ്. പണ്ഡിതന്മാർ ഗ്രന്ഥം പോലും എഴുതിയിട്ടുണ്ട് പ്രവാചകന്റെ കുടുംബ ജീവിതം പഠിപ്പിക്കാൻ. കുടുംബത്തിലെ പ്രവാചകൻ അത് വലിയൊരു അധ്യായമാണ്. അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്ത്രീയും പുരുഷനും പഠിക്കേണ്ടതാണ്. ആ പ്രവാചക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് മാതൃകകൾ കണ്ടെത്താൻ സാധിക്കും. ആ രൂപത്തിൽ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ രംഗത്ത് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരുപാട് നന്ദിയൊന്നും ആരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് പറയും, എന്തൊക്കെ ചെയ്തു കൊടുത്താലും നന്ദി കെട്ട വർത്താനമുള്ളൂ. ഭാര്യയ്ക്കും പറയാനുണ്ട്. എത്രയൊക്കെ വച്ച ഉടമ്പി കൊടുത്താലും ഈ കുറ്റം പറച്ചിലും കുറവുകളും ഉപ്പ് കൂടിയതും ഒക്കെ പറയാനുള്ള ഒരു നന്ദി വാക്ക് പോലും പറയാറില്ല. ഇത് ഭാര്യമാരെ പരാതിയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. രണ്ടു കൂട്ടരും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ദൗത്യം നടത്തിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ഈ വന്ന് നിർവഹിക്കുന്ന ദൗത്യം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ വന്നതല്ല, നേരെ മറിച്ച് ലാ നുരീദു മിൻകും ജസാഅൻ വല ശുകൂറ, നിങ്ങളിൽ നിന്നുള്ളൊരു നന്ദി വാക്കോ എന്തെങ്കിലും ഒരു പ്രതിഫലമോ ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പടച്ചറപ്പിൻ്റെ തൃപ്തി മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. കുടുംബത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ജോലി, അതിൻ്റെ പേരിൽ പ്രശംസയോ ഒരു നന്ദിയോ ഒരു നന്ദി വാക്കോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഉമ്മമാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ നിരാശരാവാതിരിക്കുക. പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു വളവ് സ്ത്രീകൾക്കുണ്ട്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്. ആ സ്വഭാവത്തിൽ ആ ഒരു വളവുണ്ട്. നീ അത് നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടും. അതുകൊണ്ട് തികച്ചും അതിനെ നിവർത്തി വെച്ച് കൃത്യമായി സ്ട്രൈറ്റ് ഫോർവേഡ് എന്നുള്ള നിനക്കൊന്നും പോക്ക് നടക്കില്ല. കുറച്ചൊക്കെ ഒരു വളഞ്ഞ രീതിയിലുള്ളൊരു സ്വഭാവവും പ്രവർത്തനം അതവിടെ നേച്ചറാണ് എന്ന് മനസ്സിലാക്കി കൂടെ കൂട്ടി നിർത്തുക. അതേ സാധ്യമാകൂ. അവിടെ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. ചില മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടൽ വേണ്ടി വരും. ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് പോകൂ. അതല്ലെങ്കിൽ തകരും. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കേണ്ട ബാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പൈശാചികമായ ഇടപെടലുകൾക്ക് അവസരമൊരുക്കാതെ മുന്നോട്ട് പോകുക. പിശാച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ രംഗത്തുള്ള പിണക്കങ്ങളെയും അതേപോലെ തന്നെ വേർപെടലുകളെയും ഒക്കെ തന്നെയാണ്. പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം പിശാചിൻ്റെ മീറ്റിംഗ് നടക്കുന്നു. പിശാചിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ മീറ്റിങ്ങിൽ ഏറ്റവും വലിയ അനുമോദനം കിട്ടുന്ന ആർക്കാണെന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വേർപിരിച്ച പിശാചിന് മൂത്ത പിശാച് അനുമോദനം നൽകുമെന്ന് പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ ജാഗ്രത ഈ വിഷയത്തിൽ വേണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഹദീസ്. എത്രത്തോളം താഴാൻ കഴിയുമോ അത്രത്തോളം താഴ്ന്ന് അല്ലെ. നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയേണ്ട മേഖലയല്ല ഇത്. വിട്ടുവീഴ്ച, ഒതുങ്ങി ജീവിക്കുക, അല്പം താന്നാലും പടച്ചറപ്പിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ കഴിയും എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ചില ഒതുങ്ങലുകൾ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൽ അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ സുരക്ഷയാണ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിലുള്ള ജീവിതം, പ്രവാചക ജീവിതത്തിൽ നിന്നത് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക.
അതില്ലാത്തതിൻ്റെ പോരായ്മകൾ പല കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നു. എത്രയോ കാലം 30-35 വർഷമൊക്കെ കൂടെ ജീവിച്ചിട്ടും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ വേർപിരിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ. അതേപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് അതിൻ്റെ ചൂടും ചൂരും എന്തെന്നറിയുന്നതിന് മുമ്പ് തന്നെ വേർപെട്ടു പോകുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മളിന്ന് കാണുകയാണ് സമൂഹത്തിൽ. മുസ്ലിം ഉമ്മത്തിൽ പോലും ഇതിലൊരു പിന്നോക്കം എന്ന് പറയാനില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താറുള്ളത്. സ്വസ്ഥമായ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അജ്ഞാനുവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അബ്ദുല്ലാഹി ഇബ്നു അമശ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ലൈസൽ വാസിൽ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ബിൽ മുകാഫി, മുക്കാഫി എന്നുള്ള നിലയ്ക്ക് ബന്ധം ചേർക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കൽ. മുക്കാഫി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടിയാൽ അതല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്നു, അതിന് തിരിച്ച് നമ്മൾ അതേ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നു. ഒരാൾ പിണങ്ങിയാൽ അയാളോട് നമ്മളും പിണക്കം പ്രഖ്യാപിക്കും. അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടുണ്ട്. അവൻ എന്നോട് മിണ്ടിയാൽ ഞാൻ മിണ്ടും, എന്നോട് സലാം പറഞ്ഞാൽ ഞാൻ സലാം പറയും, എന്നോട് ചിരിച്ചാൽ ഞാൻ ചിരിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നതിന് ബദൽ അങ്ങോട്ട് കൊടുക്കുക. ഈ ഒരു സിസ്റ്റത്തെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാസിൽ എന്ന് പഠിപ്പിച്ചത്. വാസിൽ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെ ചേർക്കുക എന്നതാണ്. തുടർന്ന് ആ ഹദീസിൽ കാണാം, വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹ. ഒരാൾ ബന്ധം മുറിച്ചിട്ട് തിരിഞ്ഞു പോവാണ്, ഇനി ഞാനുമായിട്ട് ഒരു ബന്ധവും നിനക്കില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നവനെ പിന്നിൽ നിന്ന് വിളിച്ച് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ പിടിച്ചു നിർത്തി അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് കൈപിടിച്ച് സലാം പറഞ്ഞ് പോവരുത്, ഈ ബന്ധം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ് ആ ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ പരിശ്രമിക്കുന്നവനാരോ അതാണ് ബന്ധം ചേർക്കൽ. ഗൗരവമുള്ളൊരു ഹദീസാണിത്. ഒരു ബന്ധം ചേർക്കൽ എന്നുള്ളത് എന്താണ് എന്നതിൻ്റെ നിർവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസാണിത്. ഇതാണ് ബന്ധം ചേർക്കൽ എന്ന് പറയുന്നത്. ഇട്ടെറിഞ്ഞു പോയാൽ പോലും പിന്നാലെ ചെല്ലാൻ കഴിയുന്നൊരു മനസ്സ്. ഇതെല്ലാ രംഗത്തും ബാധകമാണ്. ഇപ്പോൾ പറഞ്ഞ ഭാര്യാഭർത്തൃ രംഗത്തുണ്ട്, കുടുംബരംഗത്തുണ്ട്, അയൽവക്കത്തുണ്ട്, സൗഹൃദ ബന്ധങ്ങളിലുണ്ട്. എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കേണ്ട ഇസ്ലാമികമായി ബന്ധങ്ങൾ പാലിക്കപ്പെടണമെന്ന് പഠിപ്പിച്ച എല്ലാ മേഖലകളിലും പാലിക്കാൻ പറ്റുന്ന, പാലിക്കപ്പെടേണ്ട ഒരു ഹദീസ്. അതാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ബന്ധം ചേർക്കുക എന്നുള്ളത് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് എന്നുള്ള നിലപാടിനെയല്ല ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അത് കുഫുവപ്പിക്കലാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും എന്നുള്ളത് അത് അല്ലാഹു റസൂൽ ഹദീസിൽ പറഞ്ഞു, അത് കാഫി ആണ്. കുഫുവപ്പിക്കൽ, നമ്മളിവിടെ തുലനം ചെയ്യൽ, ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ അളന്ന് കൊടുക്കേണ്ട ഒന്നല്ല ബന്ധമെന്ന് പറയുന്നു. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ട, ഇങ്ങോട്ട് ബന്ധം പുലർത്തിയില്ലെങ്കിലും അങ്ങോട്ട് ബന്ധം പുലർത്തേണ്ട, അതിനെയാണ് ബന്ധം പുലർത്തുന്നത് പറയുന്നത്. ആ രംഗത്ത് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന, മുറിഞ്ഞ ബന്ധങ്ങളെ ഇണക്കി ചേർക്കുന്ന, പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകുന്ന, സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 4 മൈൽ പ്രദേശത്ത്, അതായത് പെരുമ്പാവൂർ പോകുമ്പോൾ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിലുള്ള സ്ഥലമാണ് 4 മൈൽ.
അവിടെ ഒരു പള്ളിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. ഏറെക്കുറെ പണിയൊക്കെ പൂർത്തിയായെങ്കിലും അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്താൻ പറ്റാതെ അവർ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, ഇന്നല്ല അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ അതിനൊരു ഒരുക്കവുമായിട്ട് വരണമെന്നുള്ളത് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അവനിഷ്ടപ്പെട്ട അമല സ്വാലിഹകാത്തുകളിൽ ഉൾപ്പെടുന്ന ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക്, അനുസരണങ്ങൾക്ക്, റസൂലിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്ന, അതിന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا تقبل منا